ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇഗ്നുവിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് പേയ്മെന്റ് എക്സാമും അസൈൻമെന്റും പാസ്സാവാനായിട്ട് എത്ര മാർക്ക് വേണം എന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എത്രയാണ് മിനിമം മാർക്ക് നമ്മൾ അതിൽ മേടിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അതായത് ഇഗ്നു മിനിമം റിക്വയർഡ് മാർക്സും പേയ്മെന്റ് എക്സാമിനേഷൻ പിന്നെ അസൈൻമെന്റ് ഇതിൽ മേടിക്കേണ്ട മാർക്സിനെ കുറിച്ച്. നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിനും മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിനും രണ്ടും രണ്ട് രീതിയിലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കി ക്ലിയർ ചെയ്യുക. അപ്പൊ ബാച്ചിലേഴ്സ് ഡിഗ്രി പേയ്മെന്റ് എക്സാമിനേഷന് 35% മിനിമം ആയിട്ട് നമ്മൾ മേടിക്കാനുള്ള മാർക്ക്. അതായത് നമ്മൾ എഴുതുന്ന പേയ്മെന്റ് എക്സാമിൽ നിങ്ങൾ മിനിമം 35% മാർക്ക് മസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഈ 35% എന്ന് പറയുന്നത് 2 ക്രെഡിറ്റ് ആണെങ്കിൽ, അതായത് ഈ ക്രെഡിറ്റ് എന്ന് വെച്ചാല് നമ്മളെ ഇഗ്നുവിലെ സിസ്റ്റം വരുന്നത് ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഓരോ സബ്ജക്റ്റും ഉള്ളത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് എത്രയാണ് അല്ലെങ്കിൽ എത്ര വെച്ചിട്ടാണ് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സബ്ജക്റ്റ് ആണുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന്റെ സൈഡിൽ തന്നെ ക്രെഡിറ്റും ഉണ്ടാവും. 2 ക്രെഡിറ്റ് ആണ് നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിന് വരുന്നതെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 25 ആയിരിക്കും. അപ്പോ ആ 25-ൽ നമ്മൾ മേടിക്കേണ്ട മാർക്ക് 9 ആണ്. അതുപോലെ തന്നെ 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 50 ആയിരിക്കും. അതിൽ പാസ്സാവാൻ മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 18 ആണ്. അതുപോലെ തന്നെയാണ് 6 ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റ്. അപ്പോൾ ഒരു സബ്ജക്റ്റില് 6 ക്രെഡിറ്റ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 75 ആണ്. അപ്പൊ അതിൽ നമ്മൾ പാസ്സാവാൻ മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 27. അതുപോലെ തന്നെയാണ് 8 ക്രെഡിറ്റ് വരുന്ന ഒരു സബ്ജക്റ്റ്. അതിന്റെ ടോട്ടൽ മാർക്ക് 100 ആണ്. അപ്പൊ അതിൽ പാസ്സാവാനായിട്ട് നമ്മൾ എത്ര മാർക്ക് മേടിക്കണം? 35 മാർക്ക് മിനിമം നമ്മൾ മേടിച്ചിരിക്കണം പാസ്സാവാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്ന ക്രെഡിറ്റ്സും ടോട്ടൽ മാർക്സും നമ്മൾ പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കേണ്ട മാർക്ക്. അതുപോലെ ഇനി വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ്. അപ്പൊ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ നിങ്ങൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ 40% മിനിമം മാർക്ക് മേടിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ അതിൽ പാസ്സാകത്തുള്ളൂ. ഇനി ഫസ്റ്റ് വരുന്നത്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഫസ്റ്റ് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അല്ലാതെ അതിൽ 2 ക്രെഡിറ്റ് തൊട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ 4 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ പാസ്സാവാനായിട്ട്, അതായത് 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റിന്റെ മാർക്ക് വരുന്നത് 50 ആണ്. അപ്പൊ അതിൽ നിങ്ങൾ പാസ്സാവാനായിട്ട് മിനിമം 20 മാർക്ക് മേടിച്ചിരിക്കണം. അതുപോലെ പിന്നെ വരുന്നതാണ് 8 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ്. അപ്പൊ 8 ക്രെഡിറ്റ് ആവുമ്പോൾ അതിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 100ഉം നിങ്ങൾ പാസ്സാവാനായിട്ട് മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഡിഗ്രിയും PGയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അതായത് ഡിഗ്രിയിൽ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് നിങ്ങൾ മേടിക്കേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് 35%ഉം മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ അല്ലെങ്കിൽ PGയിൽ വന്നപ്പോൾ നിങ്ങൾ മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. അപ്പോ ഇങ്ങനെയാണ് നിങ്ങൾ ഡിഗ്രിയും PGയും പാസ്സാവാനായിട്ട് മാർക്ക് മേടിക്കാനുള്ളത്. ഇനിയുള്ളൊരു കോമൺ ഡൗട്ട് ആണ് നമ്മുടെ അസൈൻമെന്റ്സ് വരുമ്പോൾ 100-ല് നിങ്ങൾ മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. അതായത് നിങ്ങൾ അസൈൻമെന്റ് പാസ്സാവാനായിട്ട് നിങ്ങൾക്ക് മേടിക്കാനുള്ള മാർക്ക് 100-ല് 35 ആണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 35 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അസൈൻമെന്റ് എഴുതി വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. സോ ഇപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ് പാസ്സാവാനും പേയ്മെന്റ് എക്സാം പാസ്സാവാനും എത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ മിനിമം എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയുള്ളതാണ് നമ്മുടെ ഫൈനൽ ഗ്രേഡ് കാർഡ്. അപ്പൊ നമ്മുടെ ഗ്രേഡ് കാർഡിൽ വരുന്നത് നമ്മുടെ അസൈൻമെന്റിന്റെ 30% മാർക്കും നമ്മൾ പേയ്മെന്റ് എക്സാമിൽ മേടിച്ച 75% മാർക്കും കൂടെ ചേർത്തുള്ള ഒരു മാർക്കാണ് നമ്മുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ അസൈൻമെന്റിന്റെ 30%ഉം എക്സാമിന്റെ 70%ഉം കൂടി അത് 100-ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ കിട്ടുന്ന മാർക്ക് 40%-ൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ലാസ്റ്റ് എക്സാമും അസൈൻമെന്റും കഴിഞ്ഞ് നമ്മൾ മേടിക്കുന്ന അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് 40%-ന് മുകളിൽ അല്ലെങ്കിൽ 40% ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുകയുള്ളൂ.
അതല്ല നിങ്ങൾ ഈ 40% കുറവാണ് മേടിക്കുന്നതെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് എന്ന് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കാണിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.